ഈ പ്രേമെന്ന് പറയുന്ന ഒരു സൈഡിൽ മരിക്കാനും വിടില്ല, ഒരു സൈഡിൽ ജീവിക്കാനും വിടില്ല. ഇത് ഒരു തരം നരകം കാണല. അമ്മു ഇതെടുക്ക. സാരിക, യു ആർ ദ ക്യൂട്ടസ്റ്റ്. താങ്ക്സ്. താങ്ക്സ് എ ലോട്ട്. അമൂല്യ വാ. അയ്യോ മുത്തശ്ശി, എന്തോ പറയാനെന്ന് പറഞ്ഞില്ലേ? എന്താണെങ്കിലും പറ. അതൊക്കെ പറയാം. ഇത്രയും നേരം ഇവര് പറഞ്ഞതൊക്കെ കറക്റ്റാ. അതൊക്കെ കഴിഞ്ഞിട്ട് നീ ഞങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതും ഞാൻ സമ്മതിക്കാം. ഇതല്ലാതെ വേറെയും കാര്യമുണ്ട്. പക്ഷേ നീ അതൊരിക്കലും മറക്കാൻ പാടില്ല. എന്തു തന്നെ ആവട്ടെ, ചില ആൾക്കാർ അത് ജയിക്കുന്നത് വരെ വിടില്ല. വിട്ടുകൊടുക്കുന്നവർ ഒരിക്കലും ജയിക്കാനും പോകുന്നില്ല. നമ്മുടെ പ്ലാൻ വർക്കായില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിനല്ല. കുറെ കാലം കാത്തിരുന്ന് കിട്ടുന്ന സ്നേഹം കുറെ കാലം നിൽക്കും. സ്നേഹം എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കുന്നതല്ല. കിട്ടില്ല എന്ന് വെച്ചാൽ അത് കളഞ്ഞിട്ട് പോകേണ്ടതുമല്ല. മറിച്ച് ഉറച്ചു നിന്ന് ഓരോ നിമിഷവും ഫൈറ്റ് ചെയ്ത് നേടേണ്ടതാണ്. അത് നിനക്കറിയില്ലേ? ഇന്നത്തെ കാലത്ത് സ്നേഹം എന്നുള്ളത് പെട്ടെന്ന് കിട്ടും. പക്ഷെ അത്രയും പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞു പോവുകയും ചെയ്യും. സംബന്ധം എന്നത് ഒരു നിമിഷത്തെ ചേർച്ചയിലല്ല, എല്ലാ കാലവും നിലനിൽക്കേണ്ട ആനന്ദമാണ്. പ്രേമത്തിൽ ഫെയിലായവരൊക്കെ പ്രേമം കിട്ടിയില്ല എന്ന് പറഞ്ഞു നടക്കും. പക്ഷെ കിട്ടിയില്ല എന്നതിന്റെ അർത്ഥം കിട്ടുന്നത് വരെ അവർ പരിശ്രമിച്ചിട്ടില്ല എന്നാണ്. ഇപ്പൊ പ്രയത്നിക്കേണ്ട സമയം നിന്റേതാണ് മോളെ. നീ അതിനുവേണ്ടി റെഡി ആവണം. എന്താന്ന് വെച്ചാ, നമ്മൾ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, നമ്മുടെ കൈയെത്തുന്നിടത്ത് നിന്ന് ഒരിക്കലും അവരുടെ ഇഷ്ടത്തിന് അവരെ ദൂരേക്ക് വിടാൻ പാടില്ല. ഭാവിക്ക് നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ. അതിനുത്തരം കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചേട്ടൻ കല്യാണം കഴിക്കാൻ വേണ്ടി എളുപ്പം സമ്മതിച്ചല്ലോ. ഇതിലൊന്നും അൺയൂഷ്വൽ ആയിട്ടില്ലേ? അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ വലിയൊരു കാര്യം. ഇനി അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം ആ കല്യാണം നടത്തുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് വെറുതെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടാന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത്. ആദ്യം സമ്മതിക്കില്ല എന്നായിരുന്നു, ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. എല്ലാം ശരിയാ. എന്ന് വെച്ച് നമുക്ക് ആർക്കറിയാത്തൊരു പെണ്ണിനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കാം? നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ആ സാഹിത്യം ആരാണ്, എന്താണ്, അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതൊക്കെ പതിയെ മനസ്സിലായിക്കോളും. ഇതിനെപ്പറ്റി നീ ടെൻഷൻ അടിക്കണ്ട. ആ പെൺകുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം നല്ല സ്വഭാവമുള്ള കുട്ടിയാന്ന്. എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ട്. അമ്മേ, ഇന്നലെ കയറി വന്ന സാഹിത്യ അമ്മ കണ്ണടച്ചാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ അന്നോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആരതിയാന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് ഈ അഭിപ്രായമൊന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ ആരതിയുടെ കാര്യം പറയുന്നത് എന്തിനാ? ഉറപ്പായിട്ടും ആരതിയുടെ കാര്യം സംസാരിച്ചേ പറ്റൂ. അത്രയും നല്ല കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അന്നമ്മ 100 പരീക്ഷണം നടത്തി. പക്ഷെ ഇപ്പോഴും എവിടെന്നോ വന്നു കയറിയോളെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചല്ലേ. നീ കൂടുതൽ സംസാരിക്കേണ്ട വിക്കി. പിന്നെ എങ്ങനെ നടക്കണമെന്നാ നീ പറയുന്നത്? നടക്കേണ്ടത് വേറെയായിരുന്നു, അത് നടന്നില്ല. ഇനിയെങ്കിലും അവളുടെ കൂടെ ചേട്ടന് ലഞ്ചിനോ ഡിന്നറിനോ ഒന്നും വിടണ്ട. എന്റെ പൊന്നു ചേച്ചി, നീയും കൂടെ വാ. രണ്ടുപേരും കൂടെ ചെയ്താ വേഗം തീരും. ചേച്ചി, ഇവളെ ഒന്ന് പിടിക്കണേ, ഞാൻ ഇപ്പൊ വരാം. നോൺസെൻസ്, ഡിസ്ഗസ്റ്റിംഗ്. ഈ അതിഥി എപ്പോഴും ഇങ്ങനെ തന്നെയാ. അത് ചേച്ചി, നീ ഒന്നും പറയണ്ട അമൂല്യ. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ അതിന് നടന്നത്? ഞാൻ എപ്പോഴും നന്നായിട്ട് തന്നെയാ ഉള്ളത്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങളുടെ ചേട്ടൻ വേദാന്ത് എന്തൊരു മനുഷ്യനാ, ഒരിക്കലും മാറില്ല. അവനുണ്ടെങ്കിലും ഒരുപോലെ, ഇല്ല
ഇല്ലെങ്കിലും ഒരുപോലെ എന്റെ ലൈഫ് എന്റെ വേറെ ആർക്കും എന്റെ ലൈഫിനെ ക്ഷയിക്കാൻ പറ്റില്ല ചേച്ചി, പറ്റില്ല. ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലോ അമൂല്യ. നിനക്ക് ഇനിയൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല മോളെ. നീ എന്റെ ചേട്ടന്റെ ഫോട്ടോ കത്തിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. പാർട്ടി കഴിഞ്ഞിട്ട് കൈയും മുഖമൊക്കെ കഴുകാൻ വേണ്ടി ആരതി ചേച്ചി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഫോട്ടോ കത്തിച്ചേ പറ്റൂ, എങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാവും. എല്ലാരും പറഞ്ഞത് സത്യ, എങ്കിലും എനിക്ക് ഇതിൽ നിന്നൊരു മുക്തി കിട്ടും. ഇവിടെ തീയുള്ളപ്പോ പിന്നെ എന്തിനാ മാച്ച് ബോക്സ്? എനിക്ക് എങ്ങനെ ഈ ഫോട്ടോ കത്തിക്കാൻ പറ്റും? എന്നാൽ നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ ഒരിക്കലും കത്തിച്ചു കളയാൻ പറ്റില്ല. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ. നിന്നെ ഓർക്കാതിരിക്കാൻ, നിന്റെ ഓർമ്മ പോലും വരാതിരിക്കാൻ കത്തിക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ കത്തിച്ചു കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഫോൺ തന്നിട്ട് വഴക്ക് പറയാൻ പറഞ്ഞത്. അവന് വഴക്ക് കിട്ടണമെന്ന് എനിക്കും തോന്നി. അവൻ നിന്റെ ഫീലിങ്സിനെ മനസ്സിലാക്കണമായിരുന്നു, പക്ഷെ ചെയ്തില്ല. എങ്ങനെയോ സംശയം വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വാ അമ്മു, നമുക്ക് റൂമിലേക്ക് പോവാം. ആ ശരി, അങ്ങനെ തന്നെ ചെയ്യേ. ഞാൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് പോവാം. ചേച്ചി വീട്ടിലെത്തിയ ഉടനെ എനിക്ക് മെസ്സേജ് ചെയ്യണേ, ഇല്ലെങ്കിൽ ടെൻഷനാവും. ശരി, നീ സൂക്ഷിച്ച് ഡൗട്ട് വരാതെ മാനേജ് ചെയ്യണേ. ഇല്ലെങ്കിൽ ചെറിയമ്മ വിഷമിക്കും. ശരി എടുത്തേ. ചേച്ചി വീട് ഞാൻ പോട്ടെ. പോവാം, പക്ഷെ റൂമിലേക്ക്. നീ റൂമിലേക്ക് നടന്നേ. വാ, വരാനാ പറഞ്ഞ. പതുക്കെ. കോള് കുടിച്ച ആൾക്കാർ ഇങ്ങനെയാവുന്ന് എനിക്ക് നിന്നെ കണ്ടിട്ടാ മോളെ മനസ്സിലായത്. നിന്റെ ഒരു കാര്യം എന്താലോചിച്ച് വെച്ചിട്ടാണോ ഇങ്ങനെ തല കേടാക്കിയിരിക്കുന്നത്? പാവം, എല്ലാവരും നിനക്ക് വേണ്ടി നല്ലൊരു പ്രോഗ്രാം ഒരുക്കിയിട്ട് നീ ഇങ്ങനെ കോളയും കുടിച്ച് ബോധം കെട്ടി കിടന്നു. ശരിക്കും ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് ഉറക്കം വന്നത്. ശരിക്കും കിടന്നേ. എല്ലാവരും പോയി. ഞങ്ങൾ പോയിട്ട് മോള് ക്ലീൻ ചെയ്തിട്ട് വരാം. ചേച്ചി ഒന്ന് നിക്ക്. ഞാൻ എവിടെയും പോകുന്നില്ല അമ്മോ, മോളിൽ തന്നെയുണ്ട്. നിന്റെ ഫോൺ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മിസ്ഡ് കോൾ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് വരാട്ടോ.
എടാ നിന്റെ ജെയിംസ് ബോണ്ട് ചെയ്യ എവിടെ? എപ്പോഴാ വന്ന് കാണാൻ പറ്റുന്നത്? സുമേഷ് ഏട്ടാ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നേ ഇല്ല. എടാ രാത്രി ഉറങ്ങാനെങ്കിലും വീട്ടിൽ വരില്ലേ? അപ്പൊ കണ്ടുകൂടെ? സുമേഷ് ഏട്ടാ, അയാൾ ഇന്ന് എവിടെയാണെങ്കിൽ നാളെ അഫ്ഗാനിസ്ഥാനിലായിരിക്കും. അതാ ആളുടെ ശീലം. ഓ, അഫ്ഗാനിസ്ഥാൻ വരെ പോയിട്ട് എന്ത് ചെയ്യുക അവിടെ? സുമേഷ് ഏട്ടാ, അവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോയിരിക്കുക. ഡീറ്റെയിൽസും കൊണ്ടേ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ ടെൻഷൻ ആവല്ലേ, ഞാൻ പെട്ടെന്ന് നാളെ കണ്ടുപിടിക്കാം. സുമേഷ് ഹലോ. ആരതി, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തെ? അമൂല്യ എന്നെ വിളിച്ചിരുന്നു. അവൾ എന്തൊക്കെ പിച്ചും പേയും പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫും. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ നിങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ട്. അമൂല്യക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ ഹലോ. ആരതി എന്താ ഫോൺ കട്ട് ചെയ്ത്? ഈ അമൂല്യക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക? ആ സാഹിത്യനെ അവിടെ വിട്ടിട്ട് പോരും ചെയ്തു. അമൂല്യ നേരത്തെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ശരി മുത്തശ്ശി, നിങ്ങൾ ഉറങ്ങിക്കോ. ഞാൻ വിക്കിയുടെ അടുത്ത് സംസാരിച്ചിട്ട് പോവൂ. ശരി, കാർ ഓടിക്കാൻ അറിയാന്ന് കരുതി ഒറ്റയ്ക്ക് പോവണ്ട. വിക്കി ഇല്ലെങ്കിൽ വേദാന്തിനെ വിളിച്ചോണ്ടേ പോകാവൂ. കുഴപ്പമില്ല മുത്തശ്ശി, ഐ ക്യാൻ മാനേജ്. ഇനി ഇവിടെ നിന്ന് അമ്മ വല്ലതും ചോദിക്കും. ഈ സമയത്ത് മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ എവിടെ പോയതായിരുന്നു? ഞങ്ങൾ കഴിക്കാൻ പോയത്. രണ്ടുപേരും വേറെ വേറെ സ്ഥലത്താണോ പോയത്? അതും ഒരുമിച്ച്? അത് അങ്ങനെയല്ല മോളെ. പുറപ്പെട്ടത് ഹരിഭജൻ കേൾക്കാൻ വേണ്ടിയാ. അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. പോകുമ്പോ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ എന്താ ഒരു വിഷമം? അമ്മേ, മുത്തശ്ശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനാ വരില്ലെന്ന് പറഞ്ഞത്. അവസാനം മുത്തശ്ശിക്ക് വിഷമാവുന്ന രീതി ഞാനും വന്നു. പിന്നെ ഹരിഭജനയ്ക്ക് ലേറ്റ് ആയല്ലോ, പിന്നെ മുത്തശ്ശിയെ വിളിച്ചോണ്ട് ഞാനും വന്നു. കറക്റ്റ്. അതെ, ഞാനെന്നാ വിക്കി ചേട്ടന്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാമേ. പോകാൻ നേരമാകുമ്പോ ഡ്രൈവർ നിന്നെ കൊണ്ടുവിട്ടോളൂ. വെറുതെ ഓട്ടോയിലൊന്നും പോകാൻ നിൽക്കണ്ട. ഇവരുടെ രണ്ടുപേരുടെ പെരുമാറ്റം കാണുമ്പോ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ ആയിരിക്കും പോയത്? എന്നിട്ട് എന്തിനാ എന്നോട് ആ കാര്യം മറച്ചു വെച്ചത്? അമൂല്യ, നീയോ? നീ എന്താ ഇവിടെ? രാത്രി എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എവിടെ പോവാനാ? അല്ല, ഞാൻ എന്തിനാ എവിടെയെങ്കിലും പോവണം? ഞാൻ നിന്റെ കൂടെ തന്നെയല്ലായിരുന്നു. എന്റെ കൂടെയോ? നീ സ്വപ്നം കാണാണോ? എങ്ങോട്ട്? വാ, നമുക്ക് ടാറ്റ പോവാം. കുറേ ദൂരം ഫുള്ള് ടാറ്റ 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 ടാറ്റ. എന്ത് ടാറ്റ? നിനക്ക് ടാറ്റ എന്താന്ന് അറിയില്ല അല്ലേ? ശരി, നമുക്ക് പോവാം. നിനക്ക് എന്താ പറ്റിയേ? എവിടുന്ന ഈ ടാറ്റയും ബ്രൂ ഒക്കെ? അയ്യോ,
രണ്ടും ഒന്ന് തന്നെയാ. വണ്ടിയില് ഡ്രൈവ് പോകാന്നർത്ഥം. പൊട്ടാ പൊട്ടാ പൊ. പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയേ? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ എന്തായി ചെയ്യുന്ന അമൂല്യ? ലിസൺ ടു മീ. ഇത് പറയാനും കേൾക്കാനുമുള്ള സമയമല്ല. നമുക്ക് നോക്ക്, ഇത് നട്ട പാതിര സമയോ. നീ കാറിൽ നിന്ന് ഇറങ്ങ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം. എനിക്ക് വിശക്കുന്നു. കാറ് കമ്പനിക്കാര് സീറ്റ് ബെൽറ്റ് വെറുതെ അല്ല അവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. അതൊന്നും ഇടാൻ ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു. നീ എന്താ ഈ കാണിക്കുന്നേ? എന്താ പറ്റിയേ? സീറ്റ് ബെൽറ്റ് ഇടാൻ പോയി, എന്റെ കൈ അതിൽ കുടുങ്ങി പോയി. കുടിച്ചിട്ടുണ്ടല്ലേ? ഞാനോ? ഇല്ല ബോസ്, നോ വേ. എന്ത് ചോദ്യായി ചോദിക്കുന്നേ? നല്ലോണം സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഇവൾ അറിഞ്ഞുകൊണ്ട് കുടിക്കില്ല. ഇനി മറ്റാരെങ്കിലും ട്രാപ്പ് ചെയ്തതായിരിക്കോ? ഇതുകൊണ്ടായിരിക്കും ഇവൾ ആ ഫോണിൽ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് മുന്നോട്ട് പോയില്ലേ? മുന്നോട്ട് പോവും. ആദ്യം കുടിച്ചത് ഇറങ്ങട്ടെ. ഈ അവസ്ഥയിൽ എന്തായാലും ഇവളെ വീട്ടിലാക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. കുടിച്ചതിന്റെ കെട്ടിറങ്ങണ്ടേ? കള്ളച്ചെക്കൻ. ഹായ്, ഒരു ബനാന യോഗട്ട്. താങ്ക് യു. ഈ കഴുത എങ്ങോട്ടാ പോയത്? വലിയ ശല്യ ഇതിനെ കൊണ്ട്. അമ്മു, 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 എന്റെ പൊന്നു ചേച്ചി, അവളെന്താ പൂച്ചക്കുട്ടിയാണോ പുതപ്പിനടിയിൽ നോക്കാൻ? അയ്യോ, അമ്മുനെ കാണുന്നില്ല ചേച്ചി. ഞാനാ അത് ചോദിക്കുന്നേ. ചേച്ചിയല്ലേ ഉറക്കി കിടത്തിയെന്ന് പറഞ്ഞേ? അത് തന്നെയാ മോളെ ഞാനും പറഞ്ഞത്. അവൾ ഇവിടെ കിടത്തിയിട്ടാ വന്നത്. ഒരുമാതിരി കള്ളുടിമാരെ പോലെ പെരുമാറുന്നത് കൊണ്ട് എനിക്ക് ആകെ പേടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങല്ലെന്ന് പ്രത്യേകം പറഞ്ഞത് അവളോട്. ഒന്നാമതേ കുറച്ച് ലൂസാ, ഇപ്പൊ കാണാനും ഇല്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി ടെൻഷൻ ആക്കരുതേ. നിനക്കൊരു കാര്യം അറിയോ ചേച്ചി? എന്താ? മർക്കടസ്യ സുരപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മധ്യേ ഭൂതസഞ്ചാരോ യദ്വ തദ്വ ഭവിഷ്യതി എന്ന് വെച്ചാ എന്താടി? കൊരങ്ങനെ വെള്ളം കൊടുത്ത് അതിനെ ഉറക്കി കിടത്തിയപ്പോ തൊട്ടടുത്ത് ഭൂതം വന്നിട്ട് പോലും കൊരങ്ങനെ ഒന്നും മനസ്സിലായില്ലെന്ന് അർത്ഥം. എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആവശ്യമുള്ളത് പറഞ്ഞാ പോരെ. നമ്മുടെ മുതുക്കിയെ ചില സമയത്ത് കള്ളു കുടിച്ച പോലെയാ പെരുമാറുന്നേ.
അതുമല്ല ഇന്ന് ശരിക്കും കുടിച്ചിട്ടുണ്ടായിരുന്നെന്നാ തോന്നുന്നേ. എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാ, നീ അവളെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് പോയപ്പോ വല്ല ഭൂതത്തിനെ കണ്ട് പേടിച്ചിറങ്ങി ഓടിയോന്നാ എനിക്ക് തോന്നുന്നേ. ഒന്ന് വെറുതെ ഇരിക്കണ്ട അതിഥി, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ മുതുക്കി അങ്ങനൊന്നും ചെയ്യില്ല. പക്ഷേ ആർക്കറിയാം, ആ ശാരിക ചേച്ചി ഉണ്ടായിരുന്നില്ലേ, അവളെങ്ങാനും വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ, എന്ത് ചെയ്യാൻ മടിക്കാത്തവളവള്. അതാ പറഞ്ഞേ, എന്നെ പാർട്ടിന്ന് മാറ്റല്ലേ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞതല്ലേ. ഡി പോരെ കത്തുന്നതിന്റെ ഇടയ്ക്കാണോ നീ വാഴ വെക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരുന്നേ. അതിനു മുമ്പ് ചേച്ചി വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം. അച്ഛനും അമ്മയും അറിഞ്ഞാൽ കാര്യം തീർന്നത് തന്നെ. ഓ അമ്മനെ കിട്ടിയോടി? ദൈവമേ, നീ തന്നെ പറ, അവൻ ചെയ്തത് ശരിയാണോ? എല്ലാ മനുഷ്യന്മാരും പെണ്ണുങ്ങൾ ആണുങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞു നടക്കും. പെണ്ണുങ്ങളെ ചതിക്കുന്ന ആണുങ്ങളും ഉണ്ട് ദൈവമേ. പെണ്ണുങ്ങളുടെ വിഷമത്തെ പറ്റി ചിന്തിക്കാൻ ആരുമില്ല. എന്റെ ഫീലിങ്സ് എല്ലാം ഓൺ ഡയലോഗാക്കി റീൽസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതൊക്കെ ആളുകൾ കണ്ടിട്ട് അയ്യോ പാവെന്ന് പറഞ്ഞ അതും ഒരു സമാധാനാന്ന് തോന്നുക. എങ്ങനെ ഇരുന്നവളാ ഇങ്ങനെ ആയിപ്പോയെന്ന് നീ തന്നെ നോക്ക്. അവസാനം ഞാൻ ഈ റോഡിലെത്തി ദൈവമേ. റൗഡി ബേബി മാറി ചോക്ലേറ്റ് ഗേൾ ആയി മാറുമെന്ന് വിചാരിച്ചപ്പോ തലവിധി മാറി. ഞാനിപ്പോ ഏത് പരുവത്തിലായി നോക്ക് ദൈവമേ. ഈ അന്യായം ഒന്ന് തടയാൻ ഇവിടെ ആരുമില്ലേ? ആ മനുഷ്യൻ ചെയ്ത് ശരിയാണോ? ദൈവമേ, എന്റെ കൈ കടന്നിരുന്ന ആ ചരട് ഞാൻ ഊരിക്കൊടുത്തപ്പോ മുതല് എനിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എന്റെ ജീവിതം തന്നെ നാശമായി, അറിയാമോ? എല്ലാ ഗതികേടും എന്റെ തലയിൽ വന്ന് കേറാൻ കാത്തിരുന്ന പോലെയാണ്. ഞാൻ ആ ചരട് കയ്യിന്ന് മാറ്റിയത് തെറ്റായി പോയി. ദുഷ്ടശക്തികളെല്ലാം എന്റെ ദേഹത്തേക്ക് വന്ന് കേറി. അതെ, നീ എന്തിനാ കിടന്നിങ്ങനെ കാറുന്നത്? നോക്ക് ദൈവമേ, ഇപ്പോഴും എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്. ഒന്ന് വായടക്കി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആദ്യം ഇതൊന്ന് കഴിക്ക്. ഈ യോഗട്ട് ഒന്ന് കഴിക്ക്. യോഗട്ടോ? എന്തിന്? നിന്റെ കെട്ടുവിടാൻ. കഴിക്ക്. അല്ല, അമ്മൂല്യ ഇവിടെ? അമ്മേ, അത് ആരുമില്ലമ്മേ. അത് ഇപ്പൊ ആരാ ഇവിടെ മുതുക്കിയെ പറ്റി ചോദിച്ചേ? ചേച്ചി അഞ്ജുവിനെ പറ്റിയാ ചോദിച്ചേ, അല്ലാതെ മുതുക്കിയെ പറ്റിയല്ല. അപ്പൊ നീ പറയുന്നത് എനിക്ക് കാത് കേൾക്കുന്നില്ലെന്നാണോ? അങ്ങനെ അല്ല അമ്മേ പറഞ്ഞേ. അതെ, ഈ അർദ്ധരാത്രി വന്നിട്ട് ഇങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ? എനിക്ക് ഉറങ്ങണം. കൂടുതൽ സംസാരിച്ച ഒരെണ്ണം തരും ഞാൻ നിനക്ക്. നിങ്ങൾ 4 പേരും ചേർന്ന് എന്തോ പ്രശ്നം മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ, വെറുതെ ഞങ്ങളെ സംശയിക്കല്ലേ. ഇത്രയും സംശയമൊന്നും നല്ലതല്ല അമ്മേ. ശരി, എന്നാ അമ്മു എവിടെ പോയി? ബാത്റൂമിലുണ്ട്. കള്ളം പറയല്ലേ?
അമ്മേ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അവള് ബാത്റൂമിലുണ്ട്.